സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 25/2024 ആണ്. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വജീദ് അലിയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ബീഹാറിലെ ആറയിൽ വിപ്ലവം നയിച്ചത് കുൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? തന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓൺലി 3. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837 എന്ന് തന്നിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സെ തുങ്ങാണ്. മാവോ സെ തുങ്ങിന് ശേഷം ഹുവ ഗുവോഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓൺലി 4 ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 4. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. സ്വാമിനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓൺലി 1. ഇത് മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? തന്നിരിക്കുന്നു. നാഗ്പൂർ സമ്മേളനം, നിസ്സഹരണ പ്രസ്ഥാനം, ബോംബെ സമ്മേളനം, പൂർണ്ണ സ്വരാജ് പ്രമേയം, ലാഹോർ സമ്മേളനം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം, സൂറത്ത് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 4ഉമാണ് ശരിയായ ജോഡികൾ. 1ഉം 4ഉം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഓസ്ട്രേലിയ. സിഖ് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവത്കരണ സഹായി ഭൂഗർഭജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹന വൃഷ്ടി. മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ മാംഗോ ഷവർ. മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയാണ് മാംഗോ ഷവർ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M. വിശ്വേശ്വരയ്യ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ തന്നിരിക്കുന്നു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഇവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ എല്ലാം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഫിലിപ്പൈൻസ്. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏവ?
ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തെറ്റായിട്ടുള്ളത് നാലാമത്തെ പ്രസ്താവനയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ഓപ്ഷൻ എ ആണ് ഉത്തരം. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1, 2, 4 എന്നിവയാണ്. അടുത്ത ചോദ്യം. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ് അത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. ജസ്റ്റിസ് ഹിദായത്തുള്ള. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിനു മുമ്പിൽ തുല്യതയുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4. 1, 2, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? ഓപ്ഷൻ എ ആണ് ഉത്തരം. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ട അധികാരങ്ങൾ കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം. ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഉപരാഷ്ട്രപതി. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, ഹംഫ്രി ബർക്ക്ലി. നിയമങ്ങളുടെ അന്തസത്ത, സ്പിരിറ്റ് ഓഫ് ലോസ്, മോണ്ടേസ്ക്യൂ. ഇന്ത്യ 2020, ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത്, ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏവ? തെറ്റായിട്ടുള്ള ജോഡികൾ തന്നിരിക്കുന്നു. ബൽവന്ത് റായ് കമ്മീഷൻ 1957, PK തുങ്കൻ കമ്മീഷൻ 1990, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 തെറ്റായിട്ടുള്ള ജോഡി രണ്ടാമത്തേതാണ്. അടുത്ത ചോദ്യം. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തുകളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളായിട്ട് മാറ്റിയത് 2019 രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. 2019 ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 73, 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏവ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 10ാം പട്ടിക, 11ാം പട്ടിക, 12ാം പട്ടിക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 10ാം പട്ടിക.
ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. അഭയകിരണം പദ്ധതി, വിധവകൾക്ക് സാമ്പത്തിക സഹായം. വിദ്യാകിരണം പദ്ധതി, വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. താലോലം പദ്ധതി, മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. വിദ്യാജ്യോതി പദ്ധതി, PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? കേരളത്തിൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി B. വേണു IAS ആണ്. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയൊന്നുമല്ല. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് ഇടത് ഏട്രിയത്തിന്റെ ഇടതു മുകൾ കോണിൽ, ഇടത് ഏട്രിയത്തിന്റെ വലതു മുകൾ കോണിൽ, വലത് ഏട്രിയത്തിന്റെ വലതു മുകൾ കോണിൽ, വലത് ഏട്രിയത്തിന്റെ ഇടതു മുകൾ കോണിൽ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രം. വലത് ഏട്രിയത്തിന്റെ വലതു മുകൾ കോണിൽ. 2021 ഡേവിഡ് ജൂലിയസും ആർഡേം പറ്റ പൗറ്റിയും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിൽ ആണ്? ഓപ്ഷൻ എ ആണ് വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. മലേറിയ, പ്രോട്ടോസോവ. ടൈഫോയിഡ്, ബാക്ടീരിയ. അസ്കാരിയോസിസ്, വിരകൾ. ജലദോഷം, വൈറസ്. അടുത്ത ചോദ്യം, കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകുവാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഏത്? മിഠായി. കൊറോണ വൈറസിന്റെ വകഭേദമായ B.1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഒമിക്രോൺ. പാലായന പ്രവേഗവുമായിട്ട് ബന്ധമില്ലാത്തത് പിണ്ഡം. 2 വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഘർഷണ ബലം. സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം സമവർത്തുള ചലനം. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിലിങ്കർ എന്നിവയ്ക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ് ആണ്. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 110 ഗ്രാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ലൂയിസ് ആസിഡ് BCl3. X ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവുമാണെങ്കിൽ Xഉം Yയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? XY2. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1 സ്റ്റീൽ ഒരു ലോഹമാണ്. പ്രസ്താവന 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 തെറ്റും 2 ശരിയുമാണ്. 1 തെറ്റും 2 ശരിയുമാണ്. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ? ഓപ്ഷൻ എ ആണ് അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവധഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? MP വീരേന്ദ്രകുമാർ. പുരാതന ഗുഹാ ചിത്രങ്ങൾക്ക് പ്രസിദ്ധിയേട്ട എടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്.
താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? പോർച്ചുഗീസുകാർ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. മാത്സ് ക്വസ്റ്റ്യൻസ് ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 51ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 52 ഓപ്ഷൻ സി. 53 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 54 ഓപ്ഷൻ ഡി 125. 55 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. 56 ഓപ്ഷൻ ഡി ആണ് ഉത്തരം 150. 57 ഓപ്ഷൻ ബി. 58 ഓപ്ഷൻ എ. 59 ഓപ്ഷൻ ഡി. 60 ഓപ്ഷൻ എ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. I have never been to Paris before, she exclaimed. She exclaimed that dash to Paris before. She had never been to Paris before. I regret dash you that the event has been cancelled. Telling. When I arrived, they dash for over an hour. Had been waiting. The diplomat's ability to speak multiple languages was considered a valuable dash in international negotiations. Asset. The artist painted a beautiful landscape dash the canvas onto the canvas. The negotiations between the two countries finally dash after weeks of discussions and the war began. Broke down. The detective's ability to notice the dash details led to the solving of the complex mystery. Option B. Salient. The bargains between the two companies reached a dash when they failed to agree on the terms of the partnership. Dead end. She showed dash concern for the environmental issues by actively participating in tree planting campaigns. Option A. Conscientious. Despite of facing numerous obstacles, she displayed remarkable dash throughout the challenging project. Tenacity. Strike while the iron is hot എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? കാറ്റുള്ളപ്പോൾ തൂറ്റണം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? പാണിയും പാദവും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിലേതാണ്? അധ്യാപകർ. വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. 1, 2, 3, 4. അളി, ഭ്രമരം, മധുപം, ഭൃംഗം. താഴെ കൊടുത്തവയിൽ ശരിയായ പദമേത്? അനുഗ്രഹീതൻ. പിരിച്ചെഴുതുക. വിണ്ടലം. വിൺ പ്ലസ് തലം. ചേർത്തെഴുതുക. കൽ പ്ലസ് മതിൽ. കൺമതിൽ. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? പ്രയോജനമില്ലാത്ത വസ്തു. വിപരീത പദം എഴുതുക. ഉന്മീലനം. നിമീലനം. ഒറ്റ പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ജിജ്ഞാസു. അടുത്തത്, പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
ഓപ്ഷൻ ബി ആണ് റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്തു നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഒരാൾ അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിന്റെ അളവ് 15 ലിറ്റർ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം 23 വയസ്സ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക. മയക്കുമരുന്ന് നിരോധന നിയമപ്രമാണം 1985 ഉദ്ദേശം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 4. 1, 2, 4. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുന്നതിനായി. സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് NDPS നിയമത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളുടെ സ്പിരിറ്റ് സൂക്ഷിപ്പുമുറി ഉൾപ്പെടെയുള്ള മർമ്മ പ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഓഫീസ് കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3ഉം 4ഉം. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം. ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം പ്രൂഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റിന്റെ വീര്യമളക്കൽ. കാലാവധി കഴിഞ്ഞ വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് താഴെ പറയുന്ന ഏതെല്ലാം നിബന്ധനകളാണ് പാലിക്കേണ്ടത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3, 4 മാത്രം. 2, 3, 4 മാത്രം. കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യം ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 എന്നിവയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. കോഡ്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2, 4 എന്നിവ. 2, 4 എന്നിവ. കോഡ്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4. 1, 2, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. കോഡ്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4. 1, 2, 3, 4 ശരിയായതാണ്. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4. 4 ശരിയാണ്. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? ഓപ്ഷൻ സി 1, 2, 3. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000 വിവര സാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ. ഓപ്ഷൻ സി ആണ്
രണ്ടും എ ആൻഡ് ബി, വകുപ്പ് 43 വകുപ്പ് 66. അവസാനത്തെ ചോദ്യം, വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം 18 വയസ്സിൽ താഴെ.